നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്ത് എല്ലാ രാജ്യത്തിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട്, കോടതിയുണ്ട്, മറ്റ് ശിക്ഷാവിധികളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ദൈവത്തിനും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനും ഒരു നിയമവ്യവസ്ഥയും ഒരു ശിക്ഷയും ഒക്കെ ഉണ്ട്. ഇതേക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ രാജ്യത്തും ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് പേർ അതിൽ പിടിക്കപ്പെടുന്നുണ്ട്, ശിക്ഷകൾ അനുഭവിക്കുന്നുണ്ട്, മരണശിക്ഷ വരെ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ചിലർ ബുദ്ധിപരമായിട്ടും സാമ്പത്തികമൊക്കെ ചെലവഴിച്ചും കള്ളസാക്ഷികളും കള്ളത്തെളിവുകളൊക്കെ നിരത്തിയും ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകാറുമുണ്ട്. പക്ഷെ അവരുടെ മനസ്സിലറിയാം അവർ കുറ്റം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് കാശും അല്ലെങ്കിൽ അത്രത്തോളം പിടിപാടും സ്വാധീനമൊക്കെ ഉള്ളത് കൊണ്ട് അവരായി ബുദ്ധിപരമായിട്ട് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകുന്നുമുണ്ട്. എന്നാൽ ഇത്ര കൊണ്ട് സ്വാധീനമോ പണമോ ഒന്നും ഇല്ലാത്തവരാണ് കൂടുതലും ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ ആരും രക്ഷപ്പെടുന്നില്ല. ദൈവം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രകൃതി. ഈ പ്രകൃതി തന്നെയാണ് ഓരോരുത്തരുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ മറ്റ് അദൃശ്യ ശക്തികളിലൂടെ ഓരോ സമയത്തും ഈ ന്യായവിധിയും ശിക്ഷയും ജയിലും കോടതിയും ഒക്കെ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് മറ്റ് അദൃശക്തികളുടെ സഹായത്താൽ മനുഷ്യർ ചെയ്ത പരിപാടികൾ തന്നെയാണ്. അതിന്നും തുടർന്നുകൊണ്ടിരിപ്പുണ്ട്. എല്ലായിടത്തും ഏതാണ്ട് ഒരേ നിയമങ്ങളൊക്കെ തന്നെയാണ് കുറ്റങ്ങളായിട്ട് കണ്ടുവരുന്നതും ശിക്ഷയും ഒക്കെ ഏതാണ്ടൊക്കെ ഒരേപോലെയൊക്കെയാണ്. എന്നാൽ ചില കുറ്റങ്ങൾ മാത്രം ചില മതത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ചിലത് കുറ്റങ്ങളായിട്ട് വരും. എന്നാലും മൊത്തത്തിൽ തെറ്റും ശരിയുമൊക്കെ ഏതാണ്ടൊക്കെ ഒരേപോലെയൊക്കെയാണ് മിക്ക രാജ്യങ്ങളിലും പറയുന്നത്. പക്ഷെ ഈ രാജ്യത്തെ നിയമം അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള നിയമവ്യവസ്ഥകളിലൂടെ ഒരാൾക്ക് ഒരു ശിക്ഷ കിട്ടണമെങ്കിൽ അത് കുറ്റം ചെയ്തിരിക്കണം, അത് പിടിക്കപ്പെടണം, അങ്ങനെയൊക്കെയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ ഈ തെറ്റ് ആയിട്ട് കാണുന്നത് മനസ്സ് നോക്കിയിട്ടാണ്. ഇപ്പൊ മനസ്സിൽ ഒരു കുറ്റം ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹവും പ്ലാനിങ്ങും ഒക്കെ ചെയ്ത് ഒരു ലെവലായി അവന്റെ കാൽക്കുലേഷനൊക്കെ ഓക്കെ ആയി വരുമ്പോഴാണ് നമ്മൾ ആ കുറ്റം ആയിട്ട് ചെയ്യുന്നത്. ചിലർ മനസ്സിൽ ചില കുറ്റ പ്രേരണകൾ അല്ലെ ചിന്തകളൊക്കെ കയറി വരുമ്പോൾ വേറൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടി തെറ്റുകൾ ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ മറ്റു ചിലർ അതിഭയങ്കരമായി പ്ലാൻ ചെയ്ത് പിടിക്കപ്പെടില്ല എന്ന ഒരു ലെവലിലൊക്കെ ആക്കിയിട്ടാണ് കുറ്റം ചെയ്യുന്നത്. എന്നാൽ ഈ പ്രപഞ്ചം തന്നെ ചില അദൃശ്യ ശക്തികളിലൂടെ എല്ലാ കുറ്റത്തിനും ശിക്ഷിക്കാൻ അല്ലെങ്കിൽ പിടിക്കപ്പെടാനായിട്ട് ഒരു ലൂപ്പ് ഹോള് അവരുണ്ടാക്കി വെച്ചിരിക്കും. അത് ഈ അദൃശക്തികളുടെ ഒരു പരിപാടിയാണ്. അപ്പൊ അത് നമ്മൾ വിചാരം നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഇത് ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. പക്ഷെ നമ്മൾ കുളിക്കുന്നത് പോലും അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ രഹസ്യമായി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും പല അദൃശ്യ ശക്തികളും നമ്മുടെ ചുറ്റും നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട്. പക്ഷെ നമുക്ക് ഈ നമ്മുടെ ഈ കണ്ണുകൊണ്ട് ഈ 3 ഡയമെൻഷനുള്ള ആ കഴിവ് മാത്രമേ ഈ കണ്ണിനുള്ളൂ. അത് വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇവരാരെയും നമ്മൾ കാണുന്നില്ല. പക്ഷെ ആത്മീയമായ ഒരു ഉയർച്ച വന്നൊരു വ്യക്തിക്ക് അകക്കണ്ണിലൂടെ ഇതൊക്കെ കാണാൻ പറ്റുന്ന ലെവലിലേക്ക് വന്നാൽ നമുക്ക് നമ്മുടെ റൂമിലോ നമ്മുടെ വീട്ടിനകത്തോ നമ്മുടെ ചുറ്റുപാടും ഒക്കെ പല രൂപങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമ്മളിത് ആത്മവളർച്ച ഇല്ലാത്ത വ്യക്തികളോടൊക്കെ പറഞ്ഞാൽ നമുക്ക് വട്ടം പറയും. പക്ഷെ ആത്മവളർച്ച വന്നൊരു വ്യക്തിക്ക് ഇവരുടെ സാന്നിധ്യം അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ 3 ഡയമെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സിലൂടെ പെട്ടെന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഇതിനെ കാണില്ല. പക്ഷെ ഉബോധ മനസ്സിലും ബോധ മനസ്സിലും ഇടയ്ക്കുള്ളൊരു മനസ്സ്, അതായത് എന്തോ ചിന്തിച്ച് രണ്ടും കെട്ട ഒരു മനസ്സിലൂടെ നമ്മൾ ഇരിക്കുമ്പോൾ ഈ വിധ ശക്തികളൊക്കെ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നതൊക്കെ നമുക്ക് അനുഭവപ്പെടാം. കാരണം ഇവരൊക്കെ അവിടെയൊക്കെ ഉണ്ട്, ഇതെല്ലാം ഇവർ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കുറ്റങ്ങൾക്കും അല്ലെങ്കിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു വെക്കുന്ന ചില കാര്യങ്ങളിലൂടെയൊക്കെ തടസ്സങ്ങളും അല്ലെങ്കിൽ ചില പഴുതുകളൊക്കെ ഉണ്ടാക്കി ഈ കള്ളം അല്ലെങ്കിൽ കുറ്റം പിടിക്കപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ഈ അദൃശക്തികളാണ്. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അവൻ പിടിക്കപ്പെടുകയും കോടതിയിൽ എത്തുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത് കണ്ടില്ല അല്ലെങ്കിൽ യാദൃശ്യമായി ഇത് കാണാതെ പോയാൽ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ അങ്ങനെ രക്ഷപ്പെട്ടാലും അവന് അതിനുള്ള ശിക്ഷ അല്ലെങ്കിൽ കർമ്മഫലം അനുഭവിച്ചേ തീരും. ഇപ്പൊ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ ഒരു രീതി വെച്ചിട്ട് പ്രപഞ്ചത്തിന്റെ ആ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ ചെയ്തൊരു പ്രവൃത്തിയുടെ കർമ്മത്തിന്റെ ഫലം ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ ആയുസ്സിൽ തന്നെ അനുഭവിച്ച് തീർന്നാൽ നമുക്ക് മറ്റൊരു ഡയമെൻഷനിൽ പോയി നരകം എന്നൊക്കെ പറയുന്ന ലെവലിലുള്ള അതികഠിനമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരില്ല.
ഇപ്പൊ അത് പലരും പറയും മരിച്ചതിന് ശേഷം എന്ത് നരകം, ഏത് നരകം, അങ്ങനെയൊന്നുമില്ല, സ്വർഗമില്ല, നരകമില്ല എന്നൊക്കെ പറയാം. അതിന് ഞാൻ മുൻപുള്ള ഒരു മെസ്സേജിലൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളുടെ സ്വപ്നം കാണുന്നു, ഇത് തന്നെയാണ് മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ഉറക്കത്തിൽ നമ്മളത് കണ്ടുപോകുന്നെങ്കിലും പെട്ടെന്ന് രാവിലെ ഉണരുന്നു, സ്വപ്നം തീരുന്നു, നമ്മുടെ ആത്മാവ് തിരിച്ച് നമ്മുടെ ലെവലിലേക്ക് എത്തുന്നു. പക്ഷെ പൂർണ്ണമായി മരിക്കുന്ന ഒരു വ്യക്തി ഈ സ്വപ്നം കണ്ടു പോകുന്നതല്ലാതെ ഒരിക്കലും തിരിച്ചു ഉണരുന്നില്ല. അവൻ സ്വപ്നത്തിൽ തന്നെ കാണും അവന്റെ ബോഡി എടുത്തുകൊണ്ട് സംസ്കരിക്കുന്നതും അവന്റെ മക്കളും ബന്ധുക്കളൊക്കെ കരയുന്നതും ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നതും ഒക്കെ അവൻ ആ സ്വപ്നത്തിൽ കാണുന്നത് പോലെ അവൻ ഇതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കും. ഒരിക്കലും പക്ഷെ തിരിച്ചു വരാനോ ഈ ശരീരത്തിലോട്ട് കയറാനോ അവന് കഴിയുന്നില്ല. അതാണ് മരണം. ഈ മരിച്ചതിന് ശേഷമുള്ള അനുഭവം, ഒരുപാട് പീഡനങ്ങൾ, ചിലപ്പോൾ തീയിലൂടെ വീഴുന്നു, അല്ലെങ്കിൽ ഒരുപാട് അദൃശ്യ ശക്തികൾ അവനെ ശരീരം മൊത്തം വലിച്ചു കീറുന്നു, കൈയും കാലൊക്കെ വെട്ടിക്കളയുന്നു, പീഡിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള സ്വപ്നം കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ഈ നരകം എന്ന് പറയുന്നത്. നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്നത് മരണത്തിന് ശേഷമുള്ള സ്വർഗം. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം അനുഭവിക്കാതിരിക്കാനാണ് ഈ പ്രകൃതി ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർമ്മഫലം അനുഭവിപ്പിച്ച് തീർക്കുന്ന രീതികൾ ചെയ്യുന്നത്. അപ്പൊ ഇത് അനുഭവിച്ച് തീരുമ്പോൾ, ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു ദിവസം ഭൂമിയിൽ ഒരു കഷ്ടം, ഒരു കർമ്മഫലം അനുഭവിച്ച് തീർത്താൽ, ഒരു ദിവസം അനുഭവിച്ച് തീർത്താൽ മരണശേഷമുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾ നമുക്ക് ലാഭിക്കാം. ഇപ്പൊ മറ്റൊരു ഉദാഹരണം പറഞ്ഞു, നമ്മൾ ഒരു ആയിരക്കണക്കിന് വർഷം നമ്മൾ ഇങ്ങനെ അനുഭവിച്ച് നരകിച്ച് അവിടെ ഇപ്പം മരിക്കുന്നില്ല, ഒരിക്കലും നമ്മൾ മരണമില്ല. ഈ കാഴ്ചകളും പീഡനങ്ങളും നിലവിളിയും ഈ സഹനം, അല്ലെങ്കിൽ വേദനയുടെ സഹനം മാത്രമേ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ, ഒരിക്കലും നമ്മൾ മരിക്കുന്നില്ല. ഇങ്ങനെ അനുഭവിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നതായിട്ടൊരു സ്വപ്നം കണ്ട് ഒരു കാഴ്ച നമുക്ക് കാണുമ്പോൾ ഇവിടെ ഒരു ദിവസമോ 2 ദിവസമേ ഈ ഭൂമിയിൽ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതാണ് എന്റെ വ്യത്യാസം. അപ്പം പ്രകൃതി മനുഷ്യന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് ശരിക്കും അവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഈ ഭൂമിയിൽ തന്നെ അങ്ങ് അനുഭവിച്ച് തീരുന്നത്. കാരണം ഇല്ലെങ്കിൽ അത്രയേറെ വർഷങ്ങളോളം അവൻ നരകയാതന അവന്റെ ആത്മാവിലൂടെ ഈ വേദനകൾ അത്രയും അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിൽ നിന്നെല്ലാം അവൻ രക്ഷപ്പെടുകയാണ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ തീരുന്നത്. അപ്പൊ ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ആ പിടിച്ച പ്രതിയെ കളിയാക്കുകയും ചീത്ത വിളിക്കുകയും അത് ചെയ്യും ഇത് ചെയ്യൊക്കെ ചെയ്യും, ഇപ്പൊ ഹറാസ് ചെയ്തും ചീത്ത വിളിച്ചും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. കാരണം ഈ കുറ്റവാളിയെ ദൈവം അല്ലെങ്കിൽ പ്രകൃതി സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരെ പിടിക്കപ്പെടുകയും ഭൂമിയിൽ അതിനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്യുന്നത്. ഇത് അനുഭവിച്ച് തീർന്നാൽ ആ ആത്മാവ് ശരിക്കും പറഞ്ഞാൽ മറ്റു പല ഡയമെൻഷനിലുള്ള അതിഭയങ്കരമായ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഈ കുറ്റങ്ങളൊന്നും ഇല്ലാതെ നേരവണ്ണം ജീവിക്കത്തക്ക രീതിയിലുള്ള അടുത്ത ജന്മം ലഭിക്കുകയും ചെയ്യും. അപ്പൊ എത്രത്തോളം കുറ്റം നമ്മൾ ഭൂമിയിൽ ചെയ്യുന്നു അതിന്റെ എല്ലാം ശിക്ഷ ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ച് തീരുന്ന ആത്മാവിനെ ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ട് നല്ല കണക്ഷൻ കിട്ടാൻ എളുപ്പമാണ്. അതേസമയം ഇവിടെ ബുദ്ധിപരമായ രീതിയിൽ വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ടും പണം കൊണ്ടും സ്വാധീനം കൊണ്ടും രക്ഷപ്പെട്ടു എന്ന് ഇരിക്കുന്ന പലരും വിചാരിച്ചു കൊള്ളണം അവർക്ക് മരണം വരെ ശിക്ഷ അനുഭവിക്കാനുള്ള സമയമുണ്ട്. അതിനകത്തെല്ലാം ബുദ്ധിപൂർവം ചില അദൃശ്യ ശക്തികളുടെ സ്വാധീനത്താലും അവരുടെ സഹായത്താലും ഇവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് പോയാലും കർമ്മഫലം ഒരിക്കലും അനുഭവിക്കാതെ രക്ഷപ്പെടുന്നില്ല. ഒന്നുകിൽ അടുത്ത ജന്മത്തിൽ ഇതിന്റെ എല്ലാം ചേർത്ത് അനുഭവിക്കേണ്ടി വരും. അതിന് മുൻപായിട്ട് ആത്മാവിലൂടെ ഒരു മറ്റ് ഡയമെൻഷനിൽ പോയി ഒരുപാട് കഷ്ടം അനുഭവിച്ച് തീരേണ്ടതായി വരും. ഇപ്പോൾ ദൈവം ചെയ്യുന്ന അല്ലെ പ്രകൃതി ചെയ്യുന്ന ഒരു മെയിൻ പരിപാടി ഇപ്പൊ ഭൂമിയിൽ വെച്ച് തന്നെ തീർക്കാവുന്ന മാക്സിമം വ്യക്തികളെ ഭൂമിയിൽ വെച്ച് തന്നെ തീർക്കാൻ നോക്കും. കാരണം ഇല്ലെങ്കിൽ അതിഭയങ്കരമായ കഷ്ടം പിന്നെ വർഷങ്ങളോളം ഈ ആത്മ അനുഭവിക്കേണ്ടി വരും. അത് മറ്റൊരു തലമാണ്, മറ്റൊരു ഡയമെൻഷനിലുള്ള ഒരു കഷ്ടമാണ്. അതിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ പ്രപഞ്ചം തന്നെ ഭൂമിയിൽ വെച്ച് തന്നെ ഈ പ്രതിയെ പിടിപ്പിക്കുന്നതും കോടതിയിലൂടെ ശിക്ഷകൾ കൊടുക്കുന്നതും എല്ലാം ദൈവം ചെയ്യുന്ന ഒരു നല്ല ഒരു ഗിഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മളിത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ അവരെ ദൈവം ഉപേക്ഷിച്ചു എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ഇപ്പം ഒരു കുറ്റം ചെയ്തു ഒരാളെ പിടിച്ചു, ആ വ്യക്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ രക്ഷിക്കണേ, എന്നെ നിന്ന് മോചിപ്പിക്കണേ. അപ്പൊ എത്രത്തോളം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അത്രത്തോളം ദൈവം ആ ആത്മാവിനെ രക്ഷിക്കാനേ നോക്കുള്ളൂ. ഈ വ്യക്തിയുടെ ഈ ഭൗതിക തരത്തിലുള്ള ഈ സുഖവും പ്രാർത്ഥന അല്ല ദൈവം കാണുന്നത്. ദൈവം ഈ ആത്മാവിനെ എങ്ങനെ ഇവിടെയിട്ട് തന്നെ കർമ്മഫലം കൊടുക്കാം എന്നേ ഈ പ്രകൃതി കാണുള്ളൂ. അപ്പം അതേസമയം ഒരു ഭക്തിയില്ല, ഒരു ദൈവവിശ്വാസമില്ല, അങ്ങനെയൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോ ഈ ഒരു കുറ്റകൃത്യം നടത്താൽ പിടിക്കപ്പെടുക പോലും ചെയ്യില്ല. കാരണം അവനെ ഈ ഭൂമിയിലിട്ട് കർമ്മഫലം കൊടുത്താലും നന്നാവാത്ത അത്രയും പാപം ഉള്ള ഒരു മനുഷ്യനായിരിക്കും, അത്രയും ദുഷിച്ച മനസ്സുള്ളവനായിരിക്കും. അപ്പൊ അത്രയും ദുഷിച്ച മനസ്സുള്ള ഒരു വ്യക്തിയെ ഭൂമിയിലിട്ട് ശിക്ഷിച്ച് അത്രയും പാപമുള്ള വ്യക്തിയെ
ഇവിടെയായിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും അടുത്ത നരകം എന്ന് പറയുന്ന മറ്റു ഡയമെൻഷനിൽ കൊണ്ടുപോയേ ഇവനിട്ടുള്ള ശിക്ഷയും പീഡനമൊക്കെ നടക്കുകയുള്ളൂ, എപ്പോഴേ അവന് ബോധം വരുള്ളൂ. അപ്പൊ ഇവിടെ ആ ബോധം വരില്ല. അപ്പൊ ഇവിടെ ബോധം വരും എന്ന് ഉറപ്പുള്ളവരെ മാത്രമേ, അല്ലാതെ ഇവിടെ ഇട്ട് ഒരു കുറച്ചുനാൾ ജയിൽവാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷകളോ ഇവിടെ നൽകുമ്പോൾ തന്നെ അവര് മനസ്സിനൊരു മാറ്റം വരികയും അല്ലെങ്കിൽ കുറ്റബോധം വരികയും അവനൊരു മാറ്റം വരും എന്ന് ഉറപ്പുള്ള ആത്മാക്കളെ മാത്രമേ ഈ പ്രകൃതി ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർമ്മഫലം കൊടുക്കുകയുള്ളൂ. അല്ലാതെയുള്ള വ്യക്തികൾക്ക് ഭൂമിയിൽ കർമ്മഫലം ഇല്ല. ഇപ്പൊ കുറ്റങ്ങൾ ചെയ്തിട്ടും പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ട് നടക്കുന്നവർ വിചാരിച്ചു കൊള്ളണം, നിങ്ങൾക്ക് ശിക്ഷയൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ജന്മത്തിൽ കൈയൊഴിഞ്ഞിട്ടേക്കുന്നതാണ്. ഇതിനുള്ള ശിക്ഷകളും കഷ്ടങ്ങളും എല്ലാം മറ്റ് ഡയമെൻഷനിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് അടുത്ത ജന്മത്തിൽ ഇതിന്റെയൊക്കെ കർമ്മഫലം എന്ന രീതിയിലും പലതും അനുഭവിച്ച് നന്നാകേണ്ടി വരും. പക്ഷെ ഭൂമി നിൽക്കുന്ന ഈ വ്യക്തി വിചാരം, ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തു, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്തു, എന്നെ പോലീസ് പിടിക്കുന്നില്ല, ക്യാമറയിൽ നിന്ന് എന്നെ കണ്ടെത്തിയിട്ടില്ല, ഞാൻ കള്ളനാണെന്ന് അല്ലെങ്കിൽ ഞാൻ എന്നെ കുറ്റം ചെയ്യുന്ന ആർക്കും അത് പിടി കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ അവൻ ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞ അവൻ സന്തോഷമായിട്ടാണ് അവൻ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഥ നേരെ തിരിച്ചാണ്. അവനെ രക്ഷിക്കുന്നത് ദൈവമല്ല, ഏതോ നെഗറ്റീവ് ശക്തികൾ ഈ ആത്മാവിനെ അങ്ങോട്ട് കൊണ്ടുപോയി വർഷങ്ങളോളം പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് അവർക്കൊരു രസമാണ്. ഈ അസുരന്മാരാണല്ലോ നെഗറ്റീവ് ശക്തികൾ. അപ്പൊ അവർക്ക് ദൈവികമായി നിൽക്കുന്ന ദൈവത്തിന്റെ അടുത്ത് പോകേണ്ട ഒരു ആത്മാവിനെ അങ്ങോട്ട് വിടാതെ ഇങ്ങോട്ട് എടുത്തിട്ട് മാക്സിമം പീഡിപ്പിക്കുന്നതാണ് അവരുടെ സന്തോഷം. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കും ഈ വ്യക്തിയെ അവർ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന വേറൊരു കാര്യം. ഇനി ദൈവത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ രീതി വെച്ചിട്ട് ഉള്ള ശിക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കർമ്മഫലം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് പാപം ചെയ്യുന്നതിന്റെ ഫലം കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇപ്പോ നിയമം, രാജ്യത്തിന്റെ നിയമങ്ങൾ വെച്ചാൽ ലോകത്തിന്റെ നിയമം വെച്ചിട്ട് കുറ്റകൃത്യം ചെയ്ത് പിടിക്കപ്പെട്ടാലേ ശിക്ഷയുള്ളൂ. പ്രകൃതിയുടെ നിയമം വെച്ചിട്ട് മനസ്സ് തെറ്റ് ചെയ്താൽ വരെ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. ഇപ്പൊ പലരും ചിന്തിക്കും, ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഇത്രയും കഷ്ടം, എനിക്ക് ഒരു എഴുന്നേറ്റം വരുന്നില്ല, എന്റെ പണം എന്തുകൊണ്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട മറുഭാഗം കൂടിയുണ്ട്. ദൈവം നിങ്ങളെ അല്ലെങ്കിൽ പ്രകൃതി നിങ്ങളെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രയും നിങ്ങൾ പോസിറ്റീവായി അല്ലെങ്കിൽ പോസിറ്റീവ് ശക്തികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് പോലും ചെയ്യുന്ന തെറ്റുകൾക്ക് അല്ലെങ്കിൽ പ്ലാനുകൾക്ക് ഉള്ള ഫലം എന്ന രീതിയിൽ പല കഷ്ടം ഭൂമിയിൽ അനുഭവിക്കേണ്ടായി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ മനസ്സ് ശ്രദ്ധിച്ചു കൊള്ളണം. ഇപ്പൊ പുറമേ പിടിക്കണമെന്നില്ല. കാരണം പുറമേ എന്ന് വെച്ചാൽ മനസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ആ കുറ്റകൃത്യം ചിന്തിച്ച് അത് മനസ്സിലിട്ട് അത് തികട്ടി വരുന്നത് അനുസരിച്ചാണ് പുറമേ പ്രവർത്തിച്ചു പോണത്. അപ്പൊ മനസ്സിൽ തന്നെ പൊങ്ങി വരുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് തന്നെ അതിനെ താഴ്ത്തി കളയണം. ഇപ്പൊ പല വ്യക്തികളും കുറ്റകൃത്യം ചെയ്തു പോകുന്നത് ഈ കുറ്റം ചെയ്താൽ അതിന്റെ പിന്നിലുള്ള ഭവിഷ്യത്തിനെ കുറിച്ചോ അതിന്റെ കഷ്ടങ്ങളെ കുറിച്ചൊന്നും ഭാവനയോ അല്ലെങ്കിൽ ഒരു അനുഭവമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയ രീതിയിൽ തന്നെ ചില നെഗറ്റീവ് ശക്തികൾ നമ്മുടെ ഉള്ളിലിരുന്ന് കുറ്റം ചെയ്യാനുള്ള പ്രേരണ തരുമ്പോൾ തന്നെ ചാടികേറി ചെയ്തു പോകുന്നത്. നമുക്കത് ചെയ്ത് പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ചെയ്തതിലൂടെയുള്ള കഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ആ ഒരു അനുഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ചിലർക്ക് ചില അനുഭവങ്ങൾ കിട്ടിയ വ്യക്തികൾ പെട്ടെന്ന് കുറ്റം ചെയ്യില്ല. അപ്പൊ ഈ ലോകത്തിന്റെ നിയമപ്രകാരം അവനെ പിടിക്കപ്പെടുകയും കുറച്ച് ശിക്ഷകൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ നെഗറ്റീവ് ശക്തികൾ അകത്തിരുന്നും കൊണ്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ ഇവൻ ഈ നേരത്തെ കിട്ടിയ അനുഭവം വെച്ചിട്ട് ഇവൻ വേണ്ടെന്ന് മനസ്സിനെ തന്നെ പഠിപ്പിക്കും. അതേസമയം സുഖിച്ച് ജീവിക്കുന്നു, അച്ഛനമ്മമാർ വഴി കഷ്ടങ്ങളൊന്നും അനുഭവിക്കുന്നില്ല, ഒരു പ്രശ്നങ്ങളില്ല, അങ്ങനെ എല്ലാത്തിനെയും ലാളനെയും സ്നേഹവും ഒക്കെ കിട്ടി വരുന്ന ഒരു കുട്ടി വളർന്ന് വഴിതെറ്റി പോകുമ്പോൾ കുറ്റകൃത്യം ചെയ്യാനുള്ള ടെൻഡൻസി പെട്ടെന്ന് നടക്കും. കാരണം അവന് അനുഭവപ്രകാരം ഒരു കഷ്ടം അനുഭവിച്ചിട്ടില്ല, ഒന്നിനും അവനെ പിടിക്കപ്പെട്ടിട്ടുമില്ല, അതിനുള്ള ശിക്ഷയൊന്നും അനുഭവിച്ചിട്ടില്ല. അപ്പം ഒരു ആഗ്രഹം വരുമ്പോൾ തെറ്റാണോ ശരിയാണോ എന്ന് പോലും ചിന്തിക്കാതെ ചാടിക്കേറി അങ്ങ് ചെയ്തു പോകും. ചെയ്യുമ്പോൾ കിട്ടുന്ന കഷ്ടങ്ങളും പ്രശ്നങ്ങളും അവന്റെ മനസ്സിൽ അത് കിടക്കും. പിന്നെ അടുത്ത തെറ്റ് ചെയ്യാനുള്ള മനസ്സ് പെട്ടെന്ന് വരില്ല. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ഭൂമിയിൽ തന്നെ ചില തെറ്റുകൾ ചെയ്യുന്നതിന്റെ ഫലം ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചാൽ അത്രയും നമുക്ക് നല്ലതാണ്. കാരണം അടുത്ത ഇതേ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ അസുരന്മാർ നമ്മുടെ മനസ്സിലിരുന്നു കൊണ്ട് പിന്നെയും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇനി അതിലോട്ട് വിടൂല. പിന്നെ നമ്മുടെ മനസ്സിനെ തന്നെ വേണ്ട എന്ന് പറയും. ഇതൊരു രീതിയാണ്. ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും തെറ്റായിട്ടുള്ള രീതിയിലുള്ള ചിന്ത ഈ അസുരന്മാർ നമ്മളെ കൊണ്ടുതരും. ഇപ്പൊ തന്നെ എന്നെ ഫോൺ ചെയ്ത് പലരും പറയും, ഇന്ന കുഴപ്പം എനിക്ക് എത്ര ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റുന്നില്ല, ഇന്ന രീതിയിൽ ഞാൻ അബദ്ധം പറ്റി പോണു, തെറ്റ് ചെയ്ത് പോണു. പക്ഷെ നമ്മൾ ഈ പറയുമ്പോൾ വലിയ തെറ്റല്ല, ഞാൻ ഈ പറയുന്ന മനസ്സിന്റെ തലത്തിലുള്ള തെറ്റാണ്, സ്വന്തം കുടുംബത്തിൽ വരുന്ന ചില തെറ്റുകൾ അങ്ങനെയൊക്കെയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു തിയറി,
ഈ നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ അസുരന്മാർ അകത്തിരുന്നും കൊണ്ട് നമ്മളെ തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ ഒരു 50 പ്രാവശ്യം അവർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു 75 പ്രാവശ്യം നമ്മൾ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിരുന്നാൽ നമ്മൾ അകത്തിരിക്കുന്ന നെഗറ്റീവ് ശക്തികൾ പതുക്കെ വിട്ട് ഇറങ്ങിപ്പോയിക്കണം. കാരണം അവരെത്ര പ്രേരിപ്പിച്ചിട്ടും ഈ വ്യക്തി ചെയ്യുന്നില്ല. അപ്പൊ ചെയ്തു പോയാൽ അതനുസരിച്ച് നമ്മൾ നിന്നു കൊടുത്താലേ അവർ കൂടുതൽ പ്രേരിപ്പിച്ച് നമ്മളെ തെറ്റിന്മേൽ തെറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. അപ്പം ഈ തെറ്റ് നമ്മുടെ പുറമേ ചെയ്ത് അത് മറ്റുള്ളവർക്ക് ദോഷമായി ഒരു കേസോ പ്രശ്നമോ ആയാൽ മാത്രമേ നമ്മളെ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നമ്മൾ പിടിക്കപ്പെടുകയും ശിക്ഷയും വരുന്നുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ മനസ്സുകൊണ്ട് തന്നെ ആ തെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് അല്ലെ മനസ്സിൽ അത് ആസ്വദിക്കുമ്പോൾ തന്നെ അത് തെറ്റാണ്. അപ്പൊ ഇതിനെ നമ്മൾ മാറ്റണമെങ്കിൽ എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ആ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ. ഇപ്പൊ തന്നെ ഒരാളെ ചീത്ത വിളിക്കണം, നമ്മൾ വാ തുറന്ന് ചീത്ത വിളിക്കണമെന്നില്ല. ഇപ്പൊ അങ്ങനെ ചിലപ്പോൾ ചീത്ത വിളിച്ചാൽ അയാൾ ചിലപ്പോൾ ഇതിനപ്പുറം ചീത്ത വിളിച്ചെന്നിരിക്കും, ചിലപ്പോൾ ഇതിനെക്കാട്ടി നമ്മൾ ചിലപ്പോൾ കേസ് കൊടുത്തെന്നിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും പേടിച്ച് ഈ വ്യക്തികൾ മനസ്സിൽ കിടന്ന് ചീത്ത വിളിക്കും ഈ വ്യക്തിയെ. കാരണം വേറെ വഴിയില്ലല്ലോ. ഇപ്പൊ ഈ വ്യക്തി ഞാൻ മാൻ എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർ കേൾക്കവേ അവൻ പറഞ്ഞതുപോലെ വാ തുറന്ന് ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അവൻ ഒരു പ്രവൃത്തി ചെയ്ത് ഇഷ്ടപ്പെടാതെ നമ്മൾ അവനെ അനാവശ്യം പറയുകയോ അല്ലെ അടിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ മുറിക്കകത്തിരുന്ന് കണ്ണും അടച്ച് പല്ലും കടിപ്പിച്ച് ആരും കേൾക്കാതെ കുറെ തെറിയും അവനെ അടിച്ച് ഈടിച്ച് ചവിട്ടി ഇങ്ങനെയൊക്കെ മനസ്സിൽ ഭാവന ചെയ്യുന്നതും പ്രകൃതിയുടെ കണ്ണിൽ തെറ്റാണ്. കാരണം അങ്ങനെ ചെയ്യുന്ന ആ മനസ്സാണ് ദൈവം നോക്കുന്നത്, അല്ലെ പ്രകൃതി നോക്കുന്നത് മനസ്സാണ്. അപ്പൊ മനസ്സുകൊണ്ട് അത്രയും ചെയ്യുന്നു, പുറമേ കൈകൊണ്ട് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ആ അത്രയും ഭാഗം ഓക്കെ ആണെങ്കിലും ഈ മനസ്സ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം ദൈവത്തിന്റെ കണ്ണിൽ പ്രകൃതിയുടെ വ്യവസ്ഥ പ്രകാരം ഈ വ്യക്തി ശിക്ഷാർഹനാണ്. കാരണം പുറമേ ചീത്ത വിളിച്ചില്ലെങ്കിലും മനസ്സിൽ അത്രയും. അപ്പൊ ഈ അദൃശ്യ ശക്തികൾ ഈ വിളിച്ച ചീത്തകൾ അത്രയും കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഇടി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വിചാരം നമ്മളെ മുറിക്കകത്ത് ഒറ്റയ്ക്കിരുന്ന് വേറെ ആരും കാണുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കർമ്മഫലം എന്ന രീതിയിൽ വന്ന് ഇതിന്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ പല രീതിയിൽ അനുഭവിച്ചാണ് നമ്മുടെ മനസ്സ് പാകപ്പെട്ട് വരുന്നത്. കുറെ നാൾ ഇങ്ങനെ അനുഭവിച്ച് കഴിയുമ്പോഴായിരിക്കും മറ്റേ വ്യക്തിയെ അടുത്ത് നിന്ന് ചിലപ്പോൾ നല്ലൊരു പോസിറ്റീവ് കാര്യം നമ്മൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സാഹചര്യം വന്ന് നമ്മൾ അവിടെ ചില സത്യം മനസ്സിലാകുന്നു. അപ്പം നമ്മൾക്ക് തിരിച്ചറിയും, അയ്യോ ഇത്രയും നാൾ ഞാൻ മനസ്സുകൊണ്ട് ഈ കിടന്ന് പ്രാഗിയതും ഈ കിടന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെല്ലാം പ്രശ്നമായി പോയല്ലോ എന്ന് അന്നേ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഇത്രയും നാൾ ഈ കിടന്ന് കാണിച്ചതിന്റെ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ, അത് ചുരുക്കം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഈ തെറ്റുകൾ അത്രയും ചെയ്തതിന്റെ പുറത്തുള്ള കർമ്മഫലങ്ങളാണ് പലർക്കും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ വിചാരിക്കുന്നു ആരും അറിയുന്നില്ല, നമ്മൾ ആരും കാണുന്നില്ല, പുറമെ ചിരിക്കുന്നു, മാന്യതയായിട്ട് നടക്കുന്നു. പക്ഷെ മനസ്സ് കംപ്ലീറ്റും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാരും തിരിച്ചറിയണം. അല്ലാതെ ഒരു തെറ്റ് ചെയ്യാതെ നമ്മൾ വെറുതെ കിടന്ന് കഷ്ടം അനുഭവിക്കുന്നു, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല, പക്ഷെ എനിക്കെന്തുവാണ് പ്രശ്നം എന്ന് വിചാരിക്കുമ്പോൾ ഒരു ഭാഗം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ മനസ്സ് ക്ലിയർ ആണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഓക്കെ, ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി അടുത്ത ചില കാര്യങ്ങളൊക്കെ അടുത്തത്.